സഹൃദയരെ, മിനസോട്ട KCF തിയേറ്റേഴ്സിന്റെ ഈ വർഷത്തെ സൂപ്പർ സ്കിറ്റ് പരമ്പരയുടെ ആദ്യത്തെ 2 ഭാഗങ്ങൾ ദശാവതാരം. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴു. മംഗളം മംഗളം നേരുന്നു സദസ്യരെ, മംഗളം മംഗളം നേരുന്നു സദസ്യരെ. ക്രിസ്മസിനായിരം നന്മകൾ നേരുന്നു. മംഗളം മംഗളം ഈ പുതുവത്സര വേളയിൽ സന്തോഷ സമൃദ്ധിയിൽ ജീവിതം ഭവിക്കട്ടെ. ആട്ടക്കാരാ, നിങ്ങൾ എന്നാ കുന്ത്രാണ്ടമായി ഈ ക്രിസ്മസ് പരിപാടിക്ക് കാണിക്കണത്? ഇത് അമ്പലത്തിലെ കളിയല്ലേ? ഇത് മഹാരസികനായ കുഞ്ചൻ നമ്പ്യാരുടെ മനസ്സിൽ ഉതിർന്ന ഓട്ടം തുള്ളൽ കലാരൂപമാണ്. ഇതിന് ജാതിയില്ല, മതമില്ല. ഓണം ക്രിസ്മസ് എന്നൊന്നും ഒരു വ്യത്യാസവുമില്ല. ഓ, ഇത് നല്ല കൂത്ത്. നിങ്ങൾക്ക് കുഞ്ഞൻ നമ്പ്യാരായിരിക്കും, അദ്ദേഹം ഞങ്ങൾക്ക് കുഞ്ഞേട്ടനാ. ഞങ്ങളുടെ കാർന്നോമാരുടെ അയൽവാസിയായിരുന്നു ഈ കുഞ്ഞേട്ടൻ. അവിടുത്തെ ഒരു അമ്മച്ചിയുടെ കല്യാണത്തിന് മാർഗം കളി കണ്ട ആ പുള്ളിക്കാരന് ഈ അസുഖം തുടങ്ങിയത്. ശിവ ശിവ, എന്താ നാം ഈ കേൾക്കണത്? ഒരു മാർഗവുമില്ലാത്തപ്പോൾ കളിക്കുന്നതല്ലേ ഈ മാർഗം കളി? ചുമ്മാ പോക്കൃത്രം പറയരുത് കേട്ടോ. ഈ തുള്ളൽ എങ്ങനെയാ കളിക്കണത്? പണ്ടെന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. ഈ മാർഗം കളി എങ്ങനെയാ കളിക്കണത്? വനമിയലും തടിച്ചെന്തുമിരുമ്പും കത്തും കാലവക വേണ്ടും പണികൾ. നിർത്തടാ ഹംക, നൊണറിയുന്ന അനക്ക് എന്തറിയാ ഈ തൊള്ളലിനെ പറ്റിയിട്ട്? ഈ തൊള്ളൽ ഏടുന്ന് തുടങ്ങിയതാന്നറിയാ എനക്ക്? അതങ്ങ് കോഴിക്കോട് വെച്ചാണ്. ഈ കോഴിക്കോട് എവിടാന്ന് നീ എനിക്കറിയാ? ഇനി പോയിട്ടുണ്ടാ കോഴിക്കോട്? ഇല്ല ഇനി നമ്മടോടെ വാ, അനക്കൊരു കോഴി ബിരിയാണി കോഴിക്കോട്ടെന്ന് വാങ്ങി. ഹാജിയാരെ, കോഴിക്കോട് നിറച്ച കോഴികളുള്ള കാരണമാണോ കോഴിക്കോട് എന്നൊരു പേര് വന്നത്? മുണ്ടാണ്ട് ഇരു തള്ളയുടെ കൈപെട്ടിക്കളി നമ്മളോട് കളിച്ചാല്. ആട്ടക്കാരാ, അനക്കറിയാ ഈ കളി തുടങ്ങിയത് ഞമ്മടെ കുടുംബത്തിലാ. ഈ നമ്പ്യാര് ഞമ്മന്റെ ഒരു പൂർവീകന്റെ ബടാ ദോസ്താര്. ആടത്തെ പുരയിൽ ഇത്താത്തേന്റെ കല്യാണത്തിന് ഒപ്പന കളിക്കുമ്പോളാ നമ്പ്യാർക്ക് ഈ പൂതി വന്നത്. ഓ, ഒപ്പന എവിടെ കിടക്കുന്നത്? തുള്ളൽ എവിടെ കിടക്കുന്നു? വേണ്ടാ തള്ളേ, മട്ടൻ ബിരിയാണി വെക്കാൻ ചിക്കൻ മുറിച്ചതാ ഞമ്മളെ ആമിന. നമ്മളെ കൈ നടുവന പിളർന്ന്. ഒപ്പന എങ്ങനെ കളിക്കും? എങ്ങനെ കളിക്കാതിരിക്കും? എങ്ങനെ കളിക്കും? ഇങ്ങനെ അടിച്ച അവളുടെ കൈ ബാനിക്കും. ഓള് പിന്നെ ഇങ്ങനെ അടിച്ചത്. അപ്പോൾ നോം ആദ്യം പറഞ്ഞത് എല്ലാവരും സമ്മതിച്ചിരിക്കുന്നു. മതമിത് മതമത് ഏതായാലും പാഠ്യം ചെയ്യും എല്ലാം ഒന്ന്. മതമിത് മതമത് ഏതായാലും പാഠ്യം ചെയ്യും എല്ലാം ഒന്ന്. എല്ലാ ദൈവവും ഒന്നാണെങ്കിൽ എന്തിനു തമ്മിൽ തല്ലിയിടുന്നു? എല്ലാ ദൈവവും ഒന്നാണെങ്കിൽ എന്തിനു തമ്മിൽ തല്ലിയിടുന്നു? നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ.
എനിക്കിഷ്ടായി. നല്ല ക്രിസ്മസ് മെസ്സേജ്. ഇനി ചേട്ടന്മാരും അമ്മച്ചി ചേർന്ന് ആ കഥ ഇങ്ങോട്ട് പറഞ്ഞേ. എല്ലാവരും ഇതങ്ങ് ധരിക്കാം. നമുക്ക് കഥയങ്ങ് തുടങ്ങാം. ഇതെങ്ങനെയുണ്ട്? അല്ല അങ്ങനെ തള്ള എന്റെ തലേന്റെ വൃത്തികേട് മാറിക്കിട്ടി. തള്ളേ ആ പർദ്ദ കൂടി അങ്ങ് ഇട്ടോളിയെന്ന് നിങ്ങളെ മുഴുവൻ വൃത്തികേട് മാറട്ടെ. ആട്ടക്കാരാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് ക്രിസ്മസ് പരിപാടിയാ. നാരായണ നാരായണ എന്ന് മാറ്റി നമുക്ക് ഈശോ മറിയം ഈശോ മറിയം എന്ന് പാടാം. ഈശോ മറിയം ഈശോ മറിയം ഈശോ മറിയം ഔസേപ്പേ. ഈശോ മറിയം ഈശോ മറിയം ഈശോ മറിയം ഔസേപ്പേ. നമ്മുടെ ദശാവതാര കഥയിലെ പ്രഥമാവതാര പുരുഷൻ എല്ലാം തികഞ്ഞവനായിരുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പെർഫെക്റ്റ് സൽഗുണ സമ്പന്നൻ. അയാളെ കാണാൻ നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒക്കെ മിക്സിയിലിട്ട് അതിൽ ഷാരൂഖ് ഖാനെയും കൂടെയിട്ട് അരച്ച് ഒരാളെ ഉണ്ടാക്കിയാൽ അയാൾ എങ്ങനെയിരിക്കും? അതുപോലെ ഉണ്ട്. എല്ലാവരും അവനെ പോലെ ആവാൻ കൊതിച്ചു. ഗർഭിണികൾ തന്റെ കുഞ്ഞ് അതുപോലെ ആയിരിക്കാൻ വഴിപാടുകൾ നേർന്നു. മഹാകവികൾ അവനെ കുറിച്ച് പാടി. നട്ടുച്ച നേരത്ത് വീട്ടിൽ നിറങ്ങിയാൽ മുട്ടാത്ത ബാറില്ല, തട്ടാത്ത ബ്രാൻഡില്ല. നാലുകാലിൽ നടക്കുന്ന ഇവൻ നാൽക്കാലിയാണെന്ന് കണ്ടാൽ പറയൂ. ബസ് സ്റ്റോപ്പിൽ സ്ഥിരമായി നിൽക്കുന്ന ഇവനെ കണ്ടാൽ പെണ്ണുങ്ങൾ ഓടിയൊളിക്കും. എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും സിൽക്കിന്റെ രൂപ ഇട്ടാൽ യവൻ ആള് പുലിയാണ്. ഈ കേമൻ ഇപ്പോൾ എവിടെയാണെന്ന് അറിയണ്ടേ? അത് പറഞ്ഞാൽ കണിശം നിങ്ങൾ ചുറ്റുപാടൊന്നും നോക്കും. പിന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു സന്ദേഹം വന്നുകൂടായില്ല. ക്ലിന്റൺ വന്നു, ബുഷും വന്നു, പിന്നെ ഒബാമ ഭരിക്കും USA. അവിടെ കിടുകിട കുടുകുട കോച്ചി വിറയ്ക്കും ഫ്രീസർ പോലൊരു മിനസോട്ടായിൽ. സ്നോവും ഐസും തണ്ടർ സ്റ്റോമും ടൊർണേഡോയും പതിവാണിവിടെ. അങ്ങനെയുള്ള ഈ നാട്ടിൽ മലയാളി ഗ്രൂപ്പുകൾ അനവധിയാ. അതിൽ ലക്ഷണമൊത്തത് ഒന്നോ രണ്ടോ. 50 പേർക്കൊരു ഗ്രൂപ്പാണേലും ക്രിസ്മസ് ഡിന്നർ ഇഷ്ടം പോലെ. ഈശോ മറിയം ഈശോ മറിയം ഈശോ മറിയം ഔസേപ്പേ. ഈ തണുപ്പാങ്കാലത്ത് നമ്മുടെ കഥാനായകൻ ഒരു കീറിയ ലുങ്കിയുമുടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ മുന്നിൽ ഇരുന്നു ക്കുകയാണ്. പുട്ടും കടലയും ദോശയും ചട്നിയും അപ്പവും മുട്ടയും ശീലിച്ചൊരുവൻ. എന്നാൽ ഇന്നോ പച്ചപ്പാലിൽ കോൺഫ്ലേക്സും പിച്ചക്കഞ്ഞി ഓട്ട്മീലും അച്ചാറിട്ടൊരു പച്ചക്കഞ്ഞി കിട്ടിയാലൊത്തിരി കോളായി. അവന്റെ കുരുട്ടുബുദ്ധിയിൽ അവൻ അങ്ങനെ ഓരോന്ന് ആലോചിക്കുകയാണ്. ആഴ്ചയിൽ കുറുകിയ സുമുഖൻ ഇവനൊരു വക്രമ വിക്രമ സൂത്രക്കാരൻ. അവൻ അവന്റെ ഭാര്യയോട് പറഞ്ഞു, പൊന്നെ ചക്കരെ ഡോൺ വറി വീട്ടിലെ കാര്യം ഞാൻ ഷുവറായി നോക്കാം. ചാക്കിൽ നിറയെ കാശുണ്ടാക്കി നാട്ടിൽ പോകാം സ്ഥിരമായി. പാലസ് പോലൊരു വീടും വെച്ച് റാണിയെ പോലെ ജീവിക്കാം. വീട്ടിൽ ഹെൽപ്പിന്
പലതരം സ്റ്റാഫുകൾ, ഗേറ്റ് തുറക്കാൻ സെക്യൂരിറ്റി, ബെൻസ് കാറിൽ ലയൺസ് ക്ലബും, സാരി ഷോപ്പിങ്ങിന് കല്യാൺസും, പാവം ഭാര്യ ആറൻ പണിയായി നഴ്സിംഗ് ഹോമുകൾ കയറിയിറങ്ങി, ഓവർ ടൈമും നൈറ്റും ഡബിളും, പിന്നെ വീക്കെൻഡില്ലേ ഓൺ കോളും, വീട്ടിൽ വരവത് കുറവായി, തമ്മിൽ കാണലോ വാട്ടാപൂജ്യം. പെമ്പർനോത്തി ജോലിക്ക് പോകുമ്പോ ഈ പഹയൻ അവന്റെ ഡ്യൂട്ടി തുടങ്ങും. മടിയൻ കുഴി മടിയൻ അവൻ ഷാപ്പ് തുറക്കും കാലത്ത്